أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ഫത്ഹുൽ ഖയ്യൂം ക്ലാസ് 11. ഈ ചെറു ഗ്രന്ഥത്തിൻ്റെ അവസാന ഭാഗത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുവരെ മനസ്സിലാക്കിയ ഇൽമു പഠിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഇൽമു പഠിപ്പിച്ചു തന്ന നമ്മുടെ ഉസ്താദുമാർക്ക് ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഅ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ദറജ അള്ളാഹു ഉയർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉസ്താദുമാരുടെ കുരുത്തവും പൊരുത്തവും നേടുന്ന യഥാർത്ഥ മുതഅല്ലിമീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. واكتفي بالواحد تزدد خيرا فظل من يسير ثم خيرا وجانب الحياء وترك أنفا منه ومما للكتاب صنفا وعامل الأصحاب بالرفق وقل لهم كلاما لينا وإن ثقل. വക്തഫി ബിൽ വാഹിദി. വക്തഫി നീ മതിയാക്കിക്കോ ബിൽ വാഹിദി ഒരു ഉസ്താദിനെ കൊണ്ട്. അപ്പോൾ എല്ലാ വിഷയങ്ങളിലും പാണ്ഡിത്യമുള്ള ഒരു ഉസ്താദിനെ തേടി പിടിച്ച് ആ ഉസ്താദിൽ നിന്ന് ഇൽമു നേടിയെടുക്കാൻ നീ തയ്യാറാക്കിക്കോ. നിനക്ക് ആവശ്യമായ ഇൽമു ആ ഉസ്താദിൽ നിന്ന് മാത്രം നീ കണ്ടെത്തിക്കോ, നീ നേടിയെടുത്തോ. അതാണ് ഖൈർ. തസ്ദദ് ഖൈറാ. അങ്ങനെ ചെയ്താൽ തസ്ദദ് നീ വർദ്ധിപ്പിച്ചവനാകും ഖൈറൻ ഖൈറിനെ. അപ്പൊ അതാണ് ഒരുപാട് ഖൈർ ലഭിക്കുക. ഒരു ഉസ്താദിൻ്റെ അടുത്ത് കുറച്ചു കാലം ഓതി പിന്നെ മറ്റേ ഉസ്താദിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും ആദ്യത്തെ ഉസ്താദിന് ഒരു ചെറിയ വിഷമം ഉണ്ടാകും, അതല്ലെങ്കിൽ ഒരു പ്രയാസം മനസ്സിൽ ഉണ്ടാകും. ചിലപ്പോൾ അത് നമ്മുടെ ഭാവി, നമ്മുടെ ഇൽമിനെ അത് ബാധിക്കും. അതുകൊണ്ട് ഒരു ഉസ്താദിൻ്റെ മുമ്പിൽ നീ അറിവ് നേടിക്കോ. കാര്യം പിഴച്ചുപോയിട്ടുണ്ട്, പിഴച്ചിരിക്കുന്നു. മൻ ഒരുത്തൻ യസ്യറു അവനാകുന്നതാണ്, സമ്മ ഖൈറാ സമ്മ ഖൈറൻ ആവുന്നതാണ്. സമ്മ ഖൈറ എന്ന് പറഞ്ഞാൽ ഇസ്മു ശൈത്താൻ. അത് ഖൈറ്, ഇവിടെ ഖൈറില്ല അപ്പുറത്താണ് ഖൈറ് എന്ന് തേടി പോകുന്നവൻ. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചാന്ന് പറയില്ലേ, അതുപോലെ ഖൈർ ഇങ്ങനെ തേടി പോവാ. ഓരോ ഉസ്താദിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഇവിടെ ഖൈറില്ല, അപ്പുറത്താണ് ഖൈർ, അവിടെയാണ് നല്ല കാര്യങ്ങൾ, അവിടെയാണ് നല്ല ക്ലാസ്. അങ്ങനെ ഈ ഉസ്താദിനെ കുറവാക്കി അടുത്ത ഉസ്താദിൻ്റെ അടുത്തേക്ക് പോവാം. അവനെന്താണ് പിഴച്ചു പോയിരിക്കുന്നു, അവന് പിഴച്ചിട്ടുണ്ട്, അതിൽ നാഫിയ ഇൽമാവുകയില്ല. അതുകൊണ്ട് ഒരു ഉസ്താദിൽ നീ ഇൽമ് നേടിയെടുക്കാൻ ശ്രദ്ധിച്ചോ. വജാനിബിൽ ഹയാ. വജാനിബ് നീ വെടിഞ്ഞോ അൽ ഹയാ ലജ്ജയെ. അപ്പൊ ഇൽമു നേടിയെടുക്കാൻ ഒരു ലജ്ജയും പാടില്ല, ഒരു നാണക്കേടും പാടില്ല. അറിയാത്ത കാര്യങ്ങൾ ചോദിക്കണം, മനസ്സിലാകാത്തത് അറിവുള്ളവരോട് ചോദിക്കാൻ, ചോദിച്ച് പഠിക്കുന്നതിൽ ഒരു ലജ്ജയോ നാണക്കേടോ മടിയോ പാടില്ല. വത്റുക് അൻഫതൻ. വത്റുക് നീ ഉപേക്ഷിച്ചോ അൻഫതൻ ധിക്കാരം, മിൻഹു ആ ഉസ്താദിനോട്. അപ്പൊ ഉസ്താദിനോടൊരു ധിക്കാര സ്വഭാവം, ധിക്കാരമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവാൻ പാടില്ല. ഉസ്താദ് പഠിക്കാൻ പറഞ്ഞാൽ കൃത്യമായി പഠിക്കുക, എഴുതാൻ പറഞ്ഞാൽ കൃത്യമായി എഴുതുക. എന്താണോ ഉസ്താദ് പറഞ്ഞത് അത് നമ്മുടെ നന്മക്കാണ് എന്ന് മനസ്സിലാക്കി അത് കൃത്യമായി ചെയ്യുക. അതിനൊരു ധിക്കാര സ്വഭാവം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവാൻ പാടില്ല. വമിമ്മൻ ഒരുത്തനോടും
അൽ കിതാബോ കിതാബുകൾ സന്നഫഹു അവരതിന് രചിച്ചിരിക്കുന്നു. അപ്പൊ കിതാബുകളോടും കിതാബ് രചിച്ച മുസന്നിഫീങ്ങളോടൊക്കെ എന്ത് വേണം? ഒരു ബഹുമാനം വേണം. അവരോടൊന്നും ഒരു ധിക്കാരം പാടില്ല. പിന്നെയോ വഅമിലിൽ അസ്വഹാബ ബിർരിഫ്ഖി വഖുൽ ലഹും കലാമൻ ലയ്യിമ ലഹും കലാമൻ ലയ്യിന വഇൻ സഖുൽ. വഅമിൽ നീ പെരുമാറിക്കോ, അൽ അസ്ഹാബ നിന്റെ കൂട്ടുകാരോട്, നിന്റെ കൂടെ പഠിക്കുന്ന ചങ്ങാതിമാരോട് നീ പെരുമാറിക്കോ, ബിർരിഫ്ഖി മയത്തോടുകൂടെ, നല്ലതായ രീതിയിൽ, സൗമ്യമായ രീതിയിൽ, ലളിമയോടെ, വാത്സല്യത്തോടെ, നല്ല വാക്കുകൾ സംസാരിച്ച് മയത്തോടെ നീ നിന്റെ കൂട്ടുകാരോട് പെരുമാറിക്കോ. വഖുല്ലഹും വഖുൽ നീ പറഞ്ഞോ, അവരോട് നീ സംസാരിച്ചോ, കലാമല്ലയ്യിന നല്ലതായ വർത്തമാനങ്ങൾ, നല്ല വർത്തമാനങ്ങൾ. മോശമായ ഒരു വർത്തമാനവും നിന്റെ പക്കൽ നിന്നുണ്ടാവാൻ പാടില്ല. വൈൻ സഖുല അത് നിനക്ക് നിന്റെ മേൽ അത് ഭാരമായാലും ശരി. ചിലപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് മോശമായ എന്തെങ്കിലും വന്നാൽ അതേ മറുപടി നമ്മൾ കൊടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ക്ഷമിക്കേണ്ടി വരും, നമ്മൾ മനസ്സിൽ ഒതുക്കേണ്ടി വരും. അത് നമുക്ക് ഭാരമായാലും ശരി, നമ്മുടെ കൂടെയുള്ളവരോട് നമ്മൾ സൗമ്യമായി, ലാളനയോടുകൂടെ, മയത്തോടുകൂടെ പെരുമാറണം. പിന്നെയോ വഹ്ദർ മിനൽ മീറാഇ വൽ ഐനാദി മഅകുല്ലി വാഹിദിൻ ബികുല്ലി നാദി. വഹ്ദർ നീ വെടിഞ്ഞോ, നീ ഉപേക്ഷിച്ചോ, മിനൽ മിറാഇ തർക്കിക്കുന്ന കാര്യങ്ങളോട്. അപ്പോൾ ഒരാവശ്യമില്ലാതെ തർക്കങ്ങൾ നടത്തുക, മറ്റുള്ള കൂട്ടുകാരുമായി, മറ്റുള്ളവരുമായി തർക്ക വർത്തമാനങ്ങൾ, അത് നീ ഉപേക്ഷിച്ചോ, അത് നിന്റെ പക്കൽ വേണ്ട, അത് നീ ഒഴിവാക്കിക്കോ. വല്ലൈനാദി മറുക്കട മുഷ്ടിയും. നമുക്കൊരു കളി വിനോദങ്ങള്, മറ്റുള്ള കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ തർക്കിക്കുക, അങ്ങനെ എല്ലാവരുടെയും വെറുപ്പ് സമ്പാദിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാവാൻ പാടില്ല. മഅകുല്ലി വാഹിദിൻ എല്ലാ ഓരോരുത്തരോടും, ആരോടും അത് പാടില്ല. ബികുല്ലി നാദിൻ എല്ലാ മജ്ലിസുകളിലും. അപ്പം നമ്മൾ ഏത് മജ്ലിസിൽ പോയാലും, ഏത് സ്ഥലത്ത് പോയാലും, ആരെല്ലാം നമ്മളുമായി ബന്ധമുണ്ടോ, നമ്മൾ ഇടപെടുന്നുണ്ടോ, അവരോട് വെറുതെ ആവശ്യമില്ലാതെ തർക്കിക്കാനും മറ്റുള്ള സ്വഭാവങ്ങൾ എടുക്കാനും പാടില്ല. നല്ല രീതിയിൽ സംസാരിക്കുക, നല്ല രീതിയിൽ പെരുമാറുക. ഇതെല്ലാം ഇൽമു പഠിക്കുന്നതിൻ്റെ മര്യാദകളിൽപ്പെട്ടതാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു ക്ലാസ്സോടുകൂടി നമ്മുടെ ഫത്ഹുൽ ഖയ്യൂം എന്ന ഈ ചെറു ഗ്രന്ഥം ക്ലാസ്സുകൾ കഴിയും. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും പഠിച്ചത് പ്രത്യേകമായി ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കണമെന്ന് എന്നോടും പിന്നെ നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.